ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മുരിങ്ങ ഉണ്ട് ചക്കുന്ന. പിന്നെ കറി വെക്കാൻ മുരിങ്ങ ചക്കക്കുരും കൂടെ വെച്ചിട്ടാണ് കറി വെക്കണം കേട്ടോ. ഒരു 3-4 പച്ചമുളകും. അപ്പം നമ്മൾ ചക്കക്കുരു കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വാരി വെച്ചതാട്ടോ. ഇനി നമുക്കിതിനെ കുക്കർക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ച് നല്ല അങ്ങോട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്കാണ് ഈ മുരിങ്ങ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം നല്ല വേവിക്കാൻ വെക്കാം നമുക്ക് കേട്ടോ. ആ പരിപാടി ആദ്യം ഇത് നല്ല വെന്തുടഞ്ഞ ശേഷമാണ് അതിക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ഇന്ന് ചക്കക്കുരു മുരിങ്ങയാണ് നമ്മളെ കറി. ഇന്ന് നമ്മളെ ചോറ്റിക്കുള്ള കറി. അപ്പം അതിനുള്ള പരിപാടി തുടങ്ങാൻ നിൽക്കണം കേട്ടോ മക്കളെ. ചക്കക്കുരു ഇപ്പം എല്ലാവരുടെ വീട്ടിലുണ്ടാവും അല്ലേ? അതൊരു മാറ്റി വെക്കുക. ചക്കക്കുരു ആണിപ്പോൾ വെക്കേണ്ടത് കുക്കറിൽ. അപ്പം നമ്മൾ കുക്കർ 4-5 ഫിസിലായിട്ട് അടിച്ചിട്ട് വെക്കുക. അപ്പം ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിക്ക് നമ്മളെ ചക്കക്കുരുന്നിട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചക്കക്കുരു എടുത്തിട്ടോ വേവിക്കാൻ വെക്കുക. അപ്പോൾ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. 5 പച്ചമുളക് ഉണ്ടാവും. വലിയ എരിയുള്ളതൊന്നുമല്ല. എരിയുള്ളതാണെങ്കിലും എരിയില്ലാത്തതായാലും നമുക്ക് നല്ല പച്ചമുളക് വേണം കേട്ടോ. ആ പച്ചമുളക് നടുവ് ഒന്ന് കീറിയിട്ടിട്ട് കൊടുക്കുക. എരിവുള്ളതാണ്, അങ്ങനെ ഉള്ളൂ, എരിവൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെക്കുക. എത്ര പണിയുള്ളൂ. നല്ല ഒരു വെന്ത് ഒട്ടയണം. എന്നിട്ട് അയക്ക് ഞാനിത് എന്താ കാട്ടുന്നറിയോ, ഉപകാരമാകുമ്പോൾ കുക്കർക്ക് ഇട്ടിട്ട് തന്നെ കുക്കറിലിട്ടിട്ട് വിസിലടുപ്പിക്കുകയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് അതിലിട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വേറെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. അതിലുള്ള വെള്ളത്തിൻ്റെ കറിയിട്ട് മുരിങ്ങ വേകണം. അപ്പം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളൂ. ഒരു കറി പോലെയാണ് വെക്കണം കേട്ടോ, ഉപ്പേരി പോലെയല്ല. അപ്പം ഞാൻ കുറച്ച് തോനെ വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുക്കണം. അത് വേവും വേണ്ടേ. അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ ചോറ് ഇവിടെ കടന്ന് വേവുണ്ട്. എല്ലാവരും ചോറ് കൂട്ടാനൊക്കെ ആയോ. അപ്പോൾ ഞാൻ പകുതി വെള്ളം കൂടെ ഒഴിച്ചെടുക്കുക. ഇനി നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇത്രയുള്ളൂ മക്കളെ. മുരിങ്ങാക്കൂട്ട സൂപ്പറാണ്, അടിപൊളിയാണ്, നല്ല പ്രോട്ടീൻ റിച്ചാണ്. ഉപ്പൊക്കെ ഉണ്ട്. ഇനി കുക്കർ ക്ലോസ് ചെയ്തിട്ട് അടുപ്പത്ത് വെക്കുക. ഒരു 3-4 വിസിലടിച്ചോട്ടെ. അതൊന്ന് പ്രസ് ചെയ്യണം. അത് നമ്മൾ അടുപ്പത്ത് വെക്കാൻ പോവാണ് കേട്ടോ. ഒരു 3-4 വിസിലടിച്ചിട്ട് നമുക്ക് അപ്പോൾ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, അത് തൂമിച്ചെടുക്കാൻ. അപ്പോൾ വന്നതിന് ശേഷം കേട്ടോ അതൊന്ന് അരിഞ്ഞെടുക്കുക. ഇതൊക്കെ തന്നെ മക്കളെ പണി. അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ വെച്ചുണ്ടാക്കുക, കഴിക്കുക, കിടന്നുറങ്ങുക, ശരിക്കുക, പോവുക, അതൊക്കെ തന്നെ. നേരെ കാലത്ത് നീക്കുക, അരച്ചുക, തോന്നുക. അപ്പോൾ കൊച്ചുള്ളി നമുക്കൊന്ന് അരിഞ്ഞു കൊടുക്കാം. അതാവുമ്പത്തിനേ ഒരു 3-4 വിസിലൊക്കെ അടിച്ചോട്ടെ. അത്
അതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുകൊണ്ട് തൂമിക്കാനുള്ള പരിപാടിക്കുള്ളതാണ് ഇപ്പോൾ ഈ കാട്ടുന്നത്. കൊച്ചുള്ളിയൊക്കെ തിരുമ്പലൊക്കെ കഴിഞ്ഞു. ചോറടുപ്പത്തുണ്ട്. എല്ലാവരും സുഖമായിരിക്കും മക്കളെ, സന്തോഷമായിരിക്കും കേട്ടോ. മഴയൊക്കെ ഉണ്ട്, ഒന്ന് വെയിലാണ് ഇവിടെ. രാത്രി മഴ ചെയ്തു. അപ്പോൾ എല്ലാവരും പോകുമ്പോഴത്തേനും എല്ലാവരും റെഡിയാക്കി വെച്ചാലും പിന്നെ ആ പണി കഴിഞ്ഞല്ലോ. ഞാൻ ചോറാണ് തിളച്ചാൽ പോകും തിരിച്ചു. ലാസ്റ്റാണ് താളിപ്പ്. ആദ്യമൊക്കെ നമ്മൾ താളിച്ചുമ്പോൾ ആദ്യം ഉള്ളി തൂമിച്ചിട്ടേക്ക് ഒരുങ്ങോട്ട് താളിച്ചതല്ലേ. ഇത് പിന്നെ ലാസ്റ്റ് താളിപ്പ് വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ചോറും കൂട്ടാനൊക്കെ ആയി തുടങ്ങിയിരിക്കണല്ലേ. ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ് എൻ്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വെള്ളവും കൊണ്ടുവന്നു. ഇനിയും ഒന്ന് അടിച്ചു വരണം. ഇത് തുറക്കണില്ല, നാളെ തുറക്കണുള്ളൂ. ഇതെല്ലാം കൂടെ ആകുമ്പോൾ സമയം ഒരുപാടായി. ഞാൻ അത് വന്നതിൻ്റെ ശേഷം അതിലിട്ടിട്ട് തന്നെ അങ്ങോട്ട് വേവിച്ച് കേട്ടോ. വേറെ പാത്രത്തേക്കൊന്നും കൊട്ടുന്നില്ല. എന്താ പറയുക, ആ മുരിങ്ങ കുക്കറിലിട്ടിട്ട് 2-3 വിസിലടിച്ചാൽ നല്ല അങ്ങോട്ട് വെന്തോളും. എന്നാലും ഞാൻ അങ്ങനെ കാട്ടിയത്, നല്ല അങ്ങോട്ട് വെന്തിട്ടി. മറ്റേത് കുറേ നേരം ഗ്യാസ് കളയും വേണ്ട, ഒക്കെ ലാഭിക്കുക. അപ്പം അതിനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പത്തിന് മുരിങ്ങ കഴുകി വാരി വെക്കണം. കാണിച്ചു തരാൻ വേണ്ടിയിട്ടേ ഫ്രിഡ്ജിൽ നിന്ന് കൊടുത്തിട്ട് തേങ്ങ അരച്ച് വാരൊക്കെ ചെയ്യും. തേങ്ങ ഒന്നും വേണ്ട, തന്നെ മതി, ധാരാളമാണ്, നല്ല അടിപൊളി. അപ്പം നമ്മളെ കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മുരിങ്ങനെ കുട്ടനെ കഴുകി ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ. അപ്പത്തിന് ആ കടന്ന് പോവട്ടെ കേട്ടോ. ഒരു 3-4 വിസിലേലും അടിച്ചണം. മുരിങ്ങ കഴുകിയാക്കട്ടെ. എല്ലാവരും പിന്നെ പാചകം ചെയ്യുന്ന വീഡിയോ ഉണ്ടെന്നൊക്കെ പറയട്ടെ. മേക്കപ്പ് വീഡിയോ ഒക്കെ ഉണ്ടെന്ന് അറിയും. ഈ തിന്നണതും കുടിക്കുന്നതും അല്ലാതെ വേറെ ഏതെങ്കിലും വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിച്ചു തന്നെ എനിക്ക്. എപ്പോഴും തിന്നണം കുടിച്ചതായ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട്, മനസ്സിലായിട്ടുണ്ട്. അപ്പം നമ്മൾ മുരിങ്ങ ഒക്കെ കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് വന്നതിന് ശേഷമുള്ളൂ പിന്നെ ഇടാൻ പറ്റുള്ളൂ. കേട്ടോ അതിലിട്ട് തന്നെ വേവിച്ചാൽ കുത്തി ഉടച്ചിട്ടേ. മുരിങ്ങ കഴുകി വെച്ചു, ഉള്ളി അരിഞ്ഞ് വെച്ചു, ഇതൊക്കെ നടച്ച് വെക്കണം. അങ്ങനെയുള്ള പണികളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിൽ കൂടെ ചോറ് വയ്ക്കണം. പണികൾ തന്നെയാണ് മക്കളെ, പണികൾ തന്നെയാണ്. ഒക്കെ അടച്ചു വെച്ചു. നോക്കണല്ലേ, ആ അതൊക്കെ പോയി. ഈ നല്ലോണം കുത്തി അടിച്ചു കിടക്കണം. നല്ല കുത്തി ഉടക്കുക കേട്ടോ. ഇതിക്ക് മുരിങ്ങട്ടിട്ട് നമുക്ക് വേവിച്ചിട്ടാണേ.
കുത്തി ഉടച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ. എന്താ നല്ല ഉടച്ച് മഷി പോലെ ആക്കണം. ഇനി നമുക്ക് അതിക്ക് മുരിങ്ങാലേല ഇട്ട് കൊടുക്കണം. മുരിങ്ങൻ്റെ ഇല എന്നിട്ടാണ് വിസിലടുപ്പിക്കാൻ പോവാ ഞാൻ. നിങ്ങളെന്താ ഇപ്പം ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചത് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യല്. എന്നാൽ പിന്നെ എളുപ്പം വന്നിട്ടുള്ളൂ. മുരിങ്ങോടൊക്കെ പോയി. അപ്പോൾ എളുപ്പം വന്നിട്ടിക്കോളും. പരിപാടി കഴിഞ്ഞു. അപ്പോൾ മക്കളെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മുരിങ്ങയും പിന്നെ ചക്കക്കുരും കൂടെ എന്നിട്ടോടെ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ക്ലോസ് ചെയ്യുക. യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ച് എന്നിട്ട് വറവിടാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പേരിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂടുതലായിക്കാൻ അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കത്തിക്കാം. ഈ 2 വിസിൽ 3 വിസിലടിച്ചാൽ അതും വേവും. അപ്പോൾ പിന്നെ നമുക്ക് മുരിങ്ങാക്കൂട്ടാൻ ഇവിടെ റെഡിയായി. കുക്കർ തുറന്ന് നോക്കട്ടെ മക്കളെ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. കുക്കറിൽ വെച്ചതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. അപ്പോൾ മുരിങ്ങ ചക്കക്കുരും നല്ലോണം വെന്തുടഞ്ഞിക്കണ മക്കളെ. കണി എല്ലാം വെന്തിക്കണം. സൂപ്പറായി വെന്തിക്കണം. കുക്കറിൽ വെച്ചതുകൊണ്ട് തന്നെ 3-4 വിസിലടിച്ചു. ഇനി നമുക്ക് താളിപ്പ് വെച്ചിട്ടോ. ഇത്ര പണിയുള്ളൂ. ഇത് വണച്ച് കുളിക്കാൻ മക്കളെ. ഓയിലാണ്. കുറച്ച് വെളിച്ചെണ്ണ കഴിഞ്ഞിരിക്കണം. കുറച്ച് ഓയിലെടുത്തിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തോന്നിക്കട്ടെ. രണ്ട് വറ്റൽമുളക് കുറച്ച് എരിവ് കുറവാണ്. ഓരോന്ന് കഴിഞ്ഞു. ഇനി ഒരു കോഴിമുട്ട പൊരിക്കുക. ആ ഭക്ഷണം കഴിക്കാൻ നേരത്ത് പൊരിക്കുള്ളൂ. അതിനുള്ളൂ പരിപാടി. ഇനി കുളിച്ച ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ. നല്ല വൃത്തിക്ക് തന്നെ ഭക്ഷണം കഴിക്കോളൂ. അത് വറ്റൽമുളക് ഇടുക. എല്ലാം മൂത്ത് വരുമ്പോൾ നമുക്ക് കറിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല മൂത്ത് വന്നു. വറ്റൽമുളകിൻ്റെ എരിവും നല്ല രസമുണ്ടാവും. ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇനി നമ്മൾ കുക്കർക്ക് താളിപ്പൊയ്ക്കുക.
എന്നിട്ടോ ഉള്ളി ഇതൊക്കെ നമ്മളേക്ക് ഒഴിച്ചു കൊടുക്കുക. മുളകൊക്കെ ഈ ചട്ടിയിൽ കുറച്ച് ഇതിൻ്റെ നീരെടുത്തിട്ട് ഇതേക്കൊന്ന് ഒഴിച്ച് വെച്ചിട്ട് ഇതാക്കിയാൽ നമ്മളെ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മുരിങ്ങപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ അല്ലേ വിചാരിക്കുന്നു. മുരിങ്ങ കിട്ടുമ്പോൾ അങ്ങനൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റേ കാരണം വേറൊരു കറിയും വേണ്ട, വേറൊരു കൂട്ടാനും വേണ്ട, തന്നെ മതിയാവും. നമ്മളെ കറി തൂമിച്ചൊഴിച്ച് വേണ്ടില്ലേ, ഇതാ മുരിങ്ങാക്കറി. നല്ല കണ്ട് ചക്കക്കുരൊക്കെ നല്ല കണ്ട് വെന്ത് ഉടച്ച മുരിങ്ങാക്കറി. കൂട്ടിയാൽ പിടി പിടിക്കളഞ്ഞു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബർ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം.